ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ സീറ്റിംഗ് നല്ല ഹൈറ്റ് ഉള്ളതാണ്. അത് നമുക്ക് മുന്നോട്ട് എത്ര ഈസി ആയിട്ട് കാണാൻ കഴിയും. നല്ല ഫ്ലെക്സിബിൾ ആണ് ഡ്രൈവിങ്. അതിപ്പോൾ എത്ര വില കൂടിയ വണ്ടിയൊക്കെ ചില വണ്ടിയൊക്കെ ഉണ്ട് കുഴിയിലിരുന്ന് ഓടിക്കുന്ന മാതിരി മേലോട്ട് ഇങ്ങനെ നോക്കേണ്ടി വരും. ഇപ്പം ആ ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് കോളിസിനെ നമുക്കില്ല. വളരെ രാജകീയമായിട്ട് യാത്ര ചെയ്യാം, വളരെ ഈസി ഫ്ലെക്സിബിൾ ആണ് വണ്ടി. ഇത്രയും വലിയ വണ്ടിയാണ്, പക്ഷേ വണ്ടി എടുത്ത് നമുക്ക് മാളച്ച് തിരിച്ച് എങ്ങനെ വേണമെങ്കിലും ഓടിച്ച് കൊണ്ടുപോകാം. കാരണം അത്രയും ഈസിയാണ് ഡ്രൈവിങ്. കാരണം നല്ല വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഓക്കെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലേക്കൊക്കെ നോക്കി നല്ല വ്യൂ ആണ്. ബോണറ്റ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. ബോണറ്റ് കൃത്യമായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയെ സംബന്ധിച്ച് ഇത്ര ഒരു സുഖമുള്ള വണ്ടി ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവ ആയിക്കോട്ടെ, ക്രിസ്റ്റ ആയിക്കോട്ടെ, ഞാൻ മറ്റൊരു വണ്ടീനെ മോശമാക്കി പറയുകയല്ല. പക്ഷെ ആ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. ഒരാൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കണ്ടാൽ നമുക്ക് സേഫായിട്ടും ആ ഡ്രൈവിങ് എൻജോയ് ചെയ്തും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം സേഫായി ഡ്രൈവ് ചെയ്യാം, എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. എല്ലാ കാഴ്ചകളും അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഫുള്ള് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത വണ്ടിയാണ് ടൊയോട്ട കോളിസ്. കോളിസിലാണ് ടൊയോട്ട ഇന്ത്യയിൽ അവരെ ഫസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ വണ്ടി എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പം കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഈ വണ്ടിയെ അത്രമാത്രം സ്നേഹിക്കുന്ന ആരാധകർ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുടനീളം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഈ അടുത്തിറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ ആവേശത്തിലൊരു വലിയ കഥാപാത്രം തന്നെയായിരുന്നു കോളിസ്. പിന്നെ നമ്മൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഇൻറ്റീരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ വിശാലമായ ലെഗ് സ്പേസ്, നമുക്ക് കാലൊക്കെ ഈസി ആയിട്ട് എന്താ പറയുക വളരെ ഫ്ലെക്സിബിളാണ്. കാലൊക്കെ നല്ല വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ചില വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മുട്ട് തട്ടുന്നതായിട്ട് തോന്നും. പക്ഷെ അതേസമയം കോളിസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇരുന്നോ കിടന്നോ ഒക്കെ യാത്ര ചെയ്യാം. അത്രയ്ക്കും ഒരു വൈഡാണ് ഇൻറ്റീരിയർ. നല്ല വിശാലമായ സ്പേസ് ഇൻറ്റീരിയറിൽ നമുക്ക് ഈ വണ്ടി തരുന്നു. പിന്നെ നമ്മൾ ഈ വണ്ടീൻ്റെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഇവിടുന്ന് സീറ്റ് എടുത്ത് മാറ്റിയിട്ടുള്ളതാണ്. മൾട്ടി പർപ്പസ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിൽ ഡിക്കി സ്പേസ് വലിയൊരു സ്പേസ് തന്നെയാണ്. എത്ര സാധനങ്ങൾ വേണമെങ്കിലും വീട്ടിലേക്ക് നമ്മുടെ ആവശ്യത്തിന് കൊണ്ടുപോകാം. ഒരു പാസഞ്ചർ വാഹനം അതേസമയം നമുക്ക് ഒരു ചരക്ക് വാഹനം പോലെയും ഉപയോഗിക്കാൻ കഴിയും. കാരണം അത്രയ്ക്കും ലോഡ് നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു മൾട്ടി പർപ്പസ് ആണ് ശരിക്കും ടൊയോട്ട അന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഒരു സീറ്റ് ബാക്ക് റോയിൽ ഒരു സീറ്റ് എടുത്ത് മാറ്റിയപ്പോൾ തന്നെ ഇത്രയും സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സെറ്റൊക്കെ അഡീഷണൽ വെച്ചതാണ്. നല്ല സ്പേസ് എഞ്ചിൻ റൂമിലും ഉണ്ട്. എല്ലാം കൂടി തിങ്ങി നിൽക്കുമ്പോൾ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേസമയം ഇതിനെ സംബന്ധിച്ച് ഓരോ പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് കുറച്ചൊരു വെറൈറ്റി സൗണ്ടാണ് കേട്ടോ. കാരണം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഇമ്പുള്ള സൗണ്ട് എന്ന് പറയും. ഒരു ടോണാണ്, ആ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. 25 years, ഒരു 4 നൂറ്റാണ്ട് തന്നെ പഴക്കം ഈ വണ്ടിക്കുണ്ട്. 2000 മോഡൽ വണ്ടിയാണ്. പക്ഷെ അതേസമയം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മോക്ക് യാതൊരു വിധ പുറയും കാര്യങ്ങളൊന്നും ഭയങ്കര അതായത് വണ്ടി എത്ര റേസ് ആക്കിയിട്ട് പോലും ഒരു കട്ടപ്പുക, ഒരു ബ്ലാക്ക് പുക പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ ഭംഗിയുള്ള സ്ഥലം ഇതേതാണെന്ന് പലർക്കും തോന്നിയാൽ ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിൽ കണയങ്കോട് എന്ന സ്ഥലമാണ്. കുറേ മുന്നേ ഒരുപാട് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. പ്രകൃതി കണ്ടൽക്കാട് കൊണ്ടും എന്തുകൊണ്ടും സമൃദ്ധമായിട്ടുള്ള നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത സ്ഥലത്തിന് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കുകയാണ്. ഇപ്പം കണയങ്കോട് തന്നെയാണ് നമ്മളുള്ളത്. കണയങ്കോട് ജസ്റ്റ് ഭാരതത്തിൻ്റെ ഓപ്പോസിറ്റ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലത്തേക്കാണ് വന്നിട്ട്. അവിടെ നല്ല വെയിലായതുകൊണ്ട് വീഡിയോ ക്ലിയർ ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിയുള്ളൂ. പിന്നെ വണ്ടീൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി ഇപ്പം വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു വിലയുടെ ഒരു റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഫിക്സഡ് റേറ്റ്, ഒരു മോഡൽ റേറ്റ് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. 1 ലക്ഷം മുതൽ 4 ലക്ഷത്തിനും കോളിസ് ഇപ്പോൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. അത്രയ്ക്കും ഇതിനൊരു വില മതിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ക്യാഷ് എത്ര കൊടുത്താലും കോളിസ് സ്വന്തമാക്കുക എന്നത് മാത്രമായിരിക്കും ഓരോ വണ്ടി സ്നേഹിയുടെ ആഗ്രഹം.
അല്ലാതെ അതിനൊരു ഫിക്സഡ് റേറ്റ് ഒരിക്കലും ആരും പറയുന്നില്ല. മറ്റു വണ്ടികളെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നത് കോളിസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു റേറ്റില്ല, മോഹവിലയാണ് പലപ്പോഴും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ പുതിയ മോഡൽ വണ്ടികളൊക്കെ എടുത്ത് നോക്കി ഗ്ലാസ് ഏകദേശം എനിക്ക് തോന്നുന്നു വണ്ടീൻ്റെ ബോഡി പാർട്സ് ഒന്നും ഇത്ര വരും, ഗ്ലാസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിലൊക്കെ നമ്മൾ ഈ എന്താ പറയുക പുറത്തേക്ക് നോക്കാൻ വ്യൂ തീരെ ഉണ്ടാവില്ല. ഭയങ്കര റിസ്ക് ആയിരിക്കും പുറത്തേക്ക് നോക്കുന്നതും ഒരു കാര്യം ഒരാളോട് ചോദിക്കുന്നതൊക്കെ. നേരെ മറിച്ച് ഈ ഗ്ലാസിൻ്റെ ഈ ഒരു സ്പേസ് നോക്കി, ഇതിപ്പോൾ ഇത്രയും വലിയൊരു സ്പേസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലൊരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് പുറത്തേക്ക് കിട്ടുന്നത്. ഇപ്പോൾ എ സിൻ്റെ ഒന്നും ആവശ്യം പോലും ശരിക്കും ചിലപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ്. എ സി ഇടാതെ തന്നെ വണ്ടി നല്ല എയർ കിട്ടും. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. അങ്ങനെ എന്തുകൊണ്ടും അന്ന് കമ്പനി ഇറക്കിയിട്ടുള്ളത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു സാധാരണ ഒരു വ്യക്തി ഒരു കാർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ പറയുക ഈ വണ്ടീൻ്റെ ടയറിനെ കുറിച്ച് ആൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇത്രയും വലിയൊരു വണ്ടിക്ക് 14 ഇഞ്ച് ടയറാണ് 14 ഇതിൻ്റെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. ടയറിൻ്റെ സൈസ് എന്തോ ആട്ടെ, പക്ഷേ യാത്ര ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഇപ്പം ഇനോവയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ 15 എങ്ങാനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ ഇതിന് 14 വരുന്നുള്ളൂ. പക്ഷേ ഇതിനൊരിക്കലും എന്താ പറയുക ഫ്ലോറ് തട്ടുന്നൊരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. ഇപ്പം എത്ര ഓഫ് റോഡ് പോയി കഴിഞ്ഞാലും നല്ല ബോഡി ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നം ആ രീതിയിലും നമുക്കിതിന് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ബാക്ക് റോയിൽ എടുത്ത് നോക്കി സെൻറ്റർ സീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സെൻറ്റർ സീറ്റ് ആയാലും നല്ല ലെഗ് സ്പേസ് തന്നെയാണ് കേട്ടോ. കാരണം ഒരാൾക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും മൂന്ന് പേർക്കാണ് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതേസമയം 4 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്താലും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതിനെയാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഫ്ലോറ് ശരിക്കും ഒന്ന് കാണേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് മറ്റ് വണ്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സസറീസിൻ്റെ ആണോ ഒരുപാട് എന്താ പറയുക നമ്മൾ സ്പേസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും കാണാം. അതേസമയം ഇതിൻ്റെ ഫ്ലോറ് നോക്കി പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്ലോറാണ് ആയിരിക്കും. ഇത് ഒരു പ്ലെയിൻ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. വണ്ടീൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളില്ല. വളരെ ഒരു സ്പേസ് നമുക്ക് ഇൻറ്റീരിയർ സൈഡ് കിട്ടുന്നുണ്ട്. ഏത് പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എഞ്ചിൻ സൈഡ്, മെക്കാനിക്കൽ സൈഡ് ആയിക്കോട്ടെ, ബോഡി സൈഡ് ആയിക്കോട്ടെ, വണ്ടി അതിൻ്റെ ഒരു 100% പെർഫെക്റ്റ് പുലർത്തിയിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ ഈ വണ്ടി നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന റിവ്യൂ ചെയ്തിരിക്കുന്ന ഈ വണ്ടി എടുക്കുന്നത് 2023 എ മോട്ടോഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ബിലീവബിൾ ആയിരുന്നു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. വണ്ടി അത്രയും പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെയാണ് എ മോട്ടോഴ്സ് എന്ന വണ്ടി എടുത്തത്. ഇത് എ മോട്ടോഴ്സിൻ്റെ പരസ്യമൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന കോളിസ് ശരിക്കും പറയാൻ വെച്ചാൽ എൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പം ചില കാര്യങ്ങൾ ഡീപ്പായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നൊരു ലോ ഓഫ് അട്രാക്ഷൻ പറയാം. അത് നമ്മൾക്കിപ്പം കുറേ നാളുകളായിട്ട് കോളിസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ മാർക്കറ്റ് പ്ലേസിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, OLXൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ആദ്യമായിട്ട് ഒരു കോളിസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുകയും ഉടനെ തന്നെ ഇഷ്ടപ്പെടുകയും അങ്ങനെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ മെസ്സേജ് അയച്ച് വണ്ടിക്ക് നമ്പർ ചോദിച്ച് മെസ്സേജ് അയച്ചു, എ മോട്ടോഴ്സ് നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അപ്പം എനിക്ക് സ്പോട്ടിൽ തന്നെ റിപ്ലൈ കിട്ടി. പക്ഷേ ഞാൻ അന്ന് വിളിച്ച് നോക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം മറ്റൊരാവശ്യവുമായി ബന്ധപ്പെട്ട് ഈ ഷോറൂമിൻ്റെ അടുത്ത് യാദൃച്ഛികമായിട്ട് അങ്ങ് എത്തിപ്പെട്ടതാണ്. പിറ്റേ ദിവസം ഞാൻ എത്തിപ്പെടുന്നത് ഈ വണ്ടിയുള്ള സ്ഥലത്ത് നിന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പം ഈ വണ്ടി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് അനുഭവം. സ്പോട്ടിൽ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ടല്ല ഈ ലൊക്കേഷനിലേക്ക് പോകുന്നത്. മലപ്പുറമുള്ള സ്ഥലത്തേക്ക് കോഴിക്കോടുള്ള ഞാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടല്ല, മറ്റൊരാവശ്യത്തിന് വേണ്ടി പോവുകയും പോകുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് എത്തുകയും അങ്ങനെയാണ് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നത്. ആ സമയത്താണെങ്കിൽ വെറും 2000 രൂപയാണ് അക്കൗണ്ടിലുള്ളത്. അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും, ബാക്കി ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ 1 മാസത്തിനുള്ളിൽ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ വണ്ടി ഒന്ന് സ്വന്തമാക്കുന്നത്. അപ്പം അത് മുതൽ 2023 മുതൽ 2025 വരെയുള്ള ഈ സമയം 2 വർഷം വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള മെക്കാനിക്കൽ സൈഡോ സൈഡോ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തെന്നല്ലാതെ വേറെ വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വിശ്വസനീയമായ നല്ലൊരു സർവീസായിരുന്നു കേട്ടോ എ മോട്ടോഴ്സിന്. മലപ്പുറം കോണോമ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് വണ്ടി എടുത്തത്. നല്ലൊരു സർവീസായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഷോറൂമിൽ നിന്ന്, അതായത് ട്രൂ വാല്യൂ നിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസത എപ്പോഴും ഉണ്ടാവും. കാരണം കണ്ടീഷനുള്ള വണ്ടി ഒരു സെയിൽ ചെയ്യുന്നുള്ളൂ. അത് മുമ്പും അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു മാരുതി ST ഉപയോഗിച്ച സമയത്തും സെയിം അനുഭവം തന്നെയായിരുന്നു. അപ്പം പിന്നെ കോളിസിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഒരു കോളിസിനെ സ്നേഹിക്കുന്നവർക്കത് ശരിക്കും ഫീൽ ചെയ്യും. കാരണം വണ്ടി ഉപയോഗിച്ച് കഴിയുന്നതിന് ശേഷം ഇതിന് പിന്നെ നമുക്ക് കാര്യമായിട്ട് മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കാര്യമായിട്ട് മെയിൻ്റനൻസ് ഒന്നും വരില്ല. പിന്നെ നമ്മളിപ്പം
ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് വണ്ടി ഒരിക്കലും നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പിന്നെ കൊടുക്കാൻ തോന്നില്ല. കാരണം ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് നല്ലൊരു ഫീലാണ്. ആ ഒരു പ്രത്യേക വൈബ് എന്ന് തന്നെ പറയാം. നല്ലൊരു വൈബാണ് ഇതിൻ്റെ കോളേജിൻ്റെ ഡ്രൈവിങ്ങിന്. അത് വേറൊരു വണ്ടിയിലും ലഭിക്കുന്നില്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും എത്തിച്ചേരാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ദയചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസ്, അത് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും, യാത്രയായി ബന്ധപ്പെട്ടായിക്കോട്ടെ, വണ്ടിയായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നമ്മളങ്ങനെ പ്രത്യേകം ഒരു കാറ്റഗറി അല്ല, നമ്മുടെ ലൈഫായി ബന്ധപ്പെട്ട ഓൾ ഇൻ വൺ, അതാണ് നമ്മുടെ പോളിസി. അപ്പം എല്ലാം ഒരു കുടക്കീൽ എന്ന പോലെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.